നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കേരളത്തിൽ പല വിധത്തിലുള്ള അഭിപ്രായ സർവേകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടയ്ക്ക് ദേശീയ മാധ്യമമായ NDTV നടത്തിയ ഒരു സർവേ, അതിൽ പറയുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ അലയടിക്കുന്നുണ്ട്. നിലവിലെ രണ്ടാം പിണറായി സർക്കാരിനെ മോശമെന്നോ വളരെ മോശമെന്നോ ആ സർവേയിൽ പങ്കെടുത്ത ഏതാണ്ട് 52% ആളുകളാണ് അഭിപ്രായപ്പെട്ടത്. അത്തരത്തിൽ ഒരു കേരളത്തിലെ നിലവിലെ 50%-ലധികം ആളുകളും നിലവിലെ സർക്കാരിനെതിരെ ഒരു വികാരം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഈ സർക്കാർ വളരെ മോശമാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനവികാരം, സർക്കാർ വിരുദ്ധ തരംഗം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പ്രതിഫലിപ്പിക്കുന്ന ഒരു സർവേ ഫലമാണ് NDTV പുറത്തു വന്നത്. ആ സർവേയിൽ ഇനി ആരെയാണ് മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത്. ഏതാണ്ട് 22% ആളുകളും പറഞ്ഞത് മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ വരണമെന്നാണ്. നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏതാണ്ട് 18% ആളുകളുടെ പിന്തുണയാണ് ലഭിച്ചത്. അത് കഴിഞ്ഞാൽ CPM-ന്റെ തന്നെ നേതാവായിട്ടുള്ള KK ശൈലജയ്ക്ക് ഏതാണ്ട് 16% പിന്തുണ വിഷയത്തിൽ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പറയുന്നത് പോലെ അഴിമതി ഉൾപ്പെടെയുള്ള വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയാകും എന്ന് അവർ പറയുന്നു. കൂടാതെ ഏത് മുന്നണിക്ക് നിങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ അതിൽ ഏതാണ്ട് 33% ആളുകളും പറഞ്ഞത് ഞങ്ങൾ UDF മുന്നണിക്ക് വോട്ട് രേഖപ്പെടുത്തുമെന്നാണ്. അതായത് ഒരു വശത്ത് ഈ പറയുന്ന പോലെ സർക്കാരിനെതിരെ അങ്ങേയറ്റം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുമ്പോൾ അവര് വോട്ട് ചെയ്യുന്ന ഒരു മുന്നണി എന്ന് പറയുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ വോട്ട് ചെയ്യുക അത് UDF-നായിരിക്കും എന്ന് പറയുന്ന 32% ആളുകളും UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ആ സർവേയുടെ ഫലം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ഭരണവിരുദ്ധ തരംഗം ഉണ്ട്. UDF വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു സർവേയാണ് NDTV-യുടേതായിട്ട് നമുക്ക് മുന്നിൽ വന്നത്. അത് നമുക്ക് സ്വാധീനിക്കാവുന്ന ഒരു അഭിപ്രായ സർവേ തന്നെയാണ്. ജനങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്, ജനങ്ങളുടെ ഒരു പൾസ്, മൂഡ് ഓഫ് കേരള എന്ന് നമുക്ക് പറയാവുന്ന ഒരു റിസൾട്ട് തന്നെയാണത്. കാരണം അതിന് തൊട്ട് മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാവുന്നതാണ്. 2010 ശേഷം ഏറ്റവും മികച്ച ഒരു വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF നേടിയത്. സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിക്കഴിഞ്ഞാല് എല്ലാ കാലത്തും അത് LDF-നോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ LDF-ന്റെ അനുകൂലമായിട്ടുള്ള ഒരു വിജയത്താണ് ഉണ്ടാവുക. 2020-ലും 2015-ലും 2005-ലും ഒക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു തമ്പിങ് വിക്ടറിയാണ് LDF-ന് കേരള ജനത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ അത് മറിച്ചാണ് ഉണ്ടായത്. ഒരു തമ്പിങ് വിക്ടറി അത് UDF-നാണ് ലഭിച്ചത്. സമസ്ത മേഖലകളിലും UDF-ന്റെ ഒരു കടന്നുകയറ്റം, LDF-ന്റെ കോട്ടകുത്തനങ്ങളിൽ പോലും പ്രത്യേകിച്ച് CPM-ന്റെ പരമ്പരാഗതമായിട്ടുള്ള മേഖലകളിൽ പോലും അവർക്ക് ശക്തി കേന്ദ്രങ്ങളിൽ പോലും കോൺഗ്രസ് UDF കടന്നു കയറി അവിടെ ഉജ്ജ്വല വിജയം നേടുന്ന ഒരു കാഴ്ച ഇക്കാലം അത്രയും കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇക്കാലം അത്രയും ജയിച്ചിട്ടില്ലാത്ത വാർഡുകള് ഒക്കെ തന്നെ, അത് പഞ്ചായത്ത് വാർഡുകളുണ്ട്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വാർഡുകളുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്, കോർപ്പറേഷൻ വാർഡുകളുണ്ട്, ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലെ വാർഡുകളുണ്ട്. അത്തരത്തിൽ ഇതുവരെയും ജയിക്കാത്ത പല വാർഡുകളും ജയിക്കുകയും അത് പിടിച്ചടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു LDF വിരുദ്ധത, CPM വിരുദ്ധത, അത്തരത്തിലുള്ള ഒരു വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചതാണ്. അപ്പോൾ അതിന് പിന്നാലെ വരുന്ന ഒരു അഭിപ്രായ സർവേയിൽ അത്തരം ഒരു റിസൾട്ട് ഉണ്ടാവുക, UDF-ന് അനുകൂലമായിട്ടൊരു റിസൾട്ട് ഉണ്ടാവുക, അത് സ്വാഭാവികം തന്നെയാണ്. അതിനകത്ത് എത്ര സീറ്റുകൾ എന്നുള്ള കാര്യം പറയുന്നില്ല എങ്കിൽ പോലും UDF-ന്റെ ഒരു വിജയം സുനിശ്ചിതമാണ് എന്നാണ് ആ സർവേ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അത്തരത്തിൽ തന്നെയാണ് പിന്നീട് വരുന്ന ഓരോ അഭിപ്രായ സർവേകളുടെയും റിസൾട്ടുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ IIM സ്ട്രാറ്റജിക് പ്രൊഫസർ ആയിട്ടുള്ള തോമസ് ജോസഫ് അദ്ദേഹം നടത്തിയ ഒരു സർവേയുടെ ഫലം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ UDF-നെ സംബന്ധിച്ച് ഒരു അത്യുജ്വലമായ വിജയമാണ് പ്രവചിക്കുന്നത്. അതായത് ഇപ്പോൾ UDF അവകാശപ്പെടുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഒരു ഉജ്ജ്വല വിജയം, അത് 100 സീറ്റുകൾ വരെ നേടിക്കൊണ്ടുള്ള ഒരു വിജയം അത് ഉണ്ടാകണമെന്നതാണ്. എങ്കിൽ മാത്രമേ മികച്ചൊരു വിജയമായിട്ട് അതിനെ കാണാൻ കഴിയൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ പറയുന്നത്. അതിനുള്ള പ്രയത്നങ്ങളുമായിട്ടാണ് പരിപാടികളുമായിട്ടാണ് UDF-ഉം കോൺഗ്രസും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സർവേയിൽ പറയുന്നത് UDF-ന് ഏതാണ്ട് 115 സീറ്റുകൾ വരെ വിജയിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് എന്നതാണ്. അത് പലതരത്തിലുള്ള ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അതിനെ വിശകലനം ചെയ്തുകൊണ്ടാണ് അത്തരമൊരു സർവേ നടത്തിയിരിക്കുന്നത്. ആ സർവേയിൽ പറയുന്നത് സർക്കാർ വിരുദ്ധ തരംഗം വലിയ രീതിയിൽ അലയടിക്കുന്നുണ്ട്.
CPM-നോട് ഒരു പ്രതിപത്തിയില്ലായ്മ ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. അവരൊരു ആൾട്ടർനേറ്റീവായിട്ട് കാണുന്നത് UDF-നെയാണ്. സാധാരണഗതിയിൽ പറയുന്ന പോലെ LDF 10 വർഷമായിട്ട് ഭരിക്കുന്നു, അവരുടെ ഭരണം മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്ന പോലെ ഭൂരിപക്ഷ വോട്ടർമാർ ഉൾപ്പെടെ BJP-യിലേക്ക് പോയാൽ അത് ശരിയാകില്ല. കാരണം BJP-ക്ക് വോട്ട് ചെയ്താൽ അവർ ജയിക്കില്ല, കേരളം ഭരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പറയുന്ന പോലെ LDF-നെ തോൽപ്പിക്കാനായിട്ട് ഉള്ളൊരു ഓൾട്ടർനേറ്റീവ് അത് UDF ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭൂരിപക്ഷം ആളുകളും പ്രിഫർ ചെയ്യുന്നത് പറയുന്ന UDF-നാണ്. അത്തരത്തിൽ വരുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, CPM-നെതിരായിട്ടുള്ള ഒരു വികാരം, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ നിലപാടുകൾ, അതിലൊക്കെ തന്നെ ഉള്ള ഒരു അമർഷം, ദേഷ്യമൊക്കെ തന്നെ കേരളീയ സമൂഹത്തിൽ ഇങ്ങനെ ആളിക്കത്തി നിൽക്കുകയാണ്. വിലക്കയറ്റമുണ്ട്, ഒപ്പം തന്നെ മറ്റുള്ള അഴിമതി പോലുള്ള പ്രശ്നങ്ങളുണ്ട്, അവരുടെ ജനങ്ങളോടുള്ള പെരുമാറ്റമുണ്ട്, സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങളുണ്ട്. ഓരോ വിഷയത്തിലും എടുക്കുന്ന സമീപനങ്ങൾ അതെല്ലാം തന്നെ ജനങ്ങളെ വിലയിരുത്തുന്നുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾക്ക് CPM-നോട് വല്ലാത്ത രീതിയിലുള്ള ഒരു അമർഷം, ദേഷ്യമൊക്കെ തന്നെ പ്രകടമാണ്. ആ ദേഷ്യവും അമർഷമൊക്കെ അവര് പ്രകടിപ്പിക്കുന്നത് UDF-ന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ UDF-ന് 115 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് ചരിത്രത്തിലെ ഉജ്ജ്വല ഒരു വിജയം സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഈ IIM-ന്റെ സ്ട്രാറ്റജിക് പ്രൊഫസറായിട്ടുള്ള തോമസ് ജോസഫ് നടത്തിയ ഒരു അഭിപ്രായ സർവേയിൽ നിന്നും ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് LDF അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു തോൽവിയായിരിക്കും നേരിടുക. 25 സീറ്റിലേക്ക് അവർ ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. അവരുടെ കോട്ടകുത്തളങ്ങൾ പോലും അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ഒരു സർവേ മാത്രമാണ്, എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്ന് നമുക്കറിയില്ല. തെരഞ്ഞെടുപ്പിന്റെ കാലങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായ സർവേകൾ വരാറുണ്ട്, പലതരത്തിലുള്ള സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടാണ് ആ സർവേകളൊക്കെ നടത്തുക. അത്തരത്തിലൊരു സർവേ ആയിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ. എങ്കിൽ പോലും ആത്യന്തികമായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൂടി നമ്മൾ അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു മൂഡ് അങ്ങനെയാണ്. ഈ സർക്കാരിനെതിരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നത് നമുക്ക് മറച്ചുവെക്കാൻ കഴിയുകയില്ല, അതിനെ നമുക്ക് എഴുതിത്തള്ളാൻ കഴിയുകയില്ല. അത്തരത്തിലൊരു വികാരം അങ്ങനെ നിലനിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ആണ് ഇവിടെ ഭരിച്ചുകൊണ്ട് പോകുന്നത്. അവരുടെ പല നിലപാടുകളും ജനങ്ങൾക്ക് സ്വീകാര്യമല്ല. ജനങ്ങളോടുള്ള സമീപനമാകട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവര് CPM-ന്റെ നേതാക്കളൊക്കെ തന്നെ ജനസമ്പർക്ക പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ. അവിടെയൊക്കെ തന്നെ ചെല്ലുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അതാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന പങ്കുവയ്ക്കുന്ന പ്രശ്നങ്ങൾ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ജനങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ഈ വീട് കയറുന്ന നേതാക്കൾക്ക് ഒരു മാർഗരേഖ പോലും പാർട്ടിക്ക് തയ്യാറാക്കേണ്ടി വന്നു. ജനങ്ങളോട് ചെല്ലുമ്പോൾ, ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ അവിടെ വീട്ടിനകത്ത് കയറിയിരുന്ന് സംസാരിക്കണം. ആളുകളെ, വീട്ടുകാരെ കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കണം. അവരോട് കയർത്ത് സംസാരിക്കരുത്, തട്ടിക്കയറരുത്, അവർ പറയുന്നത് മൊത്തം കേൾക്കണം. അത്തരത്തിലുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കേണ്ട ഒരു സാഹചര്യം പോലും പാർട്ടിക്കുണ്ട്. കാരണം പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ അത്തരത്തിൽ ധാർഷ്ട്യത്തോടെയാണ് ജനങ്ങളോട് പെരുമാറുന്നത് എന്ന പാർട്ടിക്ക് തന്നെ ബോധ്യമുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുന്നതിന് തുല്യമാണ് അത്തരത്തിലുള്ള ഈ മാർഗരേഖകൾ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർഗരേഖയുടെ ആവശ്യമില്ല CPM-നെ സംബന്ധിച്ച്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളോട് ചേർന്ന് നിൽക്കാത്ത, അല്ലെങ്കിൽ ജനങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളുമായിട്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതിൽ ജനങ്ങൾ വലിയ അമർഷമുള്ളവരാണ്, വലിയ രീതിയിൽ അവർ പ്രകോപിതരാണ്. അവരുടെ അമർഷവും ദേഷ്യവും ഒക്കെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാകും കൂടുതൽ അവർ പ്രകടിപ്പിക്കുക. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധി വരെ ഈ പറയുന്ന പോലെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളൊക്കെ പോകും. രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും ഈ പഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും ഒക്കെ തന്നെ അത്തരത്തിലാണ് വോട്ടുകൾ പോകുന്നത്. ജില്ലാ പഞ്ചായത്തിലാണ് ഒരു പരിധി വരെ രാഷ്ട്രീയ വോട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ജനരോഷം ശരിക്കും പ്രകടമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങള് ഈ സർക്കാരിനെതിരായിട്ട് ഒന്നടങ്കം വിധി എഴുതും എന്നതാണ് ഈ പറയുന്ന ഇതിനോടകം പറഞ്ഞിട്ടുള്ള അഭിപ്രായ സർവേകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ആ ഒരു ആത്മവിശ്വാസം UDF-ന് നൽകുന്നുണ്ട്. UDF മറുവശത്ത് ഇതിൽ കൂടുതൽ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതെ അതിനെയൊക്കെ തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ടും അതിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ പഠിച്ചുകൊണ്ടും ഒക്കെ തന്നെ മുന്നോട്ട് പോകാനാണ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് UDF-ന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് മുന്നൊരുക്കങ്ങൾ കൂടുതൽ ഊർജിതമാക്കാനുള്ള നീക്കത്തിലാണ്. കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ സംസ്ഥാന നേതൃത്വവും ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വം തമ്മിലുള്ള ആദ്യഘട്ട ചർച്ചകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും ചില നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് 1ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ അതിനുള്ള നിർണയത്തിലേക്ക്, സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന ഒരു ഘട്ടങ്ങളിലേക്ക് പാർട്ടി കടക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ നാളെ
പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിനായിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കുള്ള ഒരു മുതിർന്ന നേതാക്കളുടെ ഒരു മീറ്റിംഗ് നാളെ നടക്കുകയാണ്. അതിന് ആ മീറ്റിംഗിലൊക്കെ തന്നെ ഈ സ്ഥാനാർത്ഥിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയുണ്ടാകും. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന സിറ്റിംഗ് MLA-മാരൊപ്പം തന്നെ സംവരണ മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന എന്നതായിരിക്കാം ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ സിറ്റിംഗ് MLA-മാർക്ക് ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയം നടത്തി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സമയം മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാനൊക്കെ ലഭിക്കും എന്ന പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മികച്ച ഒരു മുന്നൊരുക്കത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് കോൺഗ്രസും UDF-ഉം മുന്നോട്ട് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലായത് നമ്മൾ കണ്ടതാണ്. വലിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ പാർട്ടിക്കും മുന്നണിക്കും കഴിഞ്ഞു. അത് വലിയ രീതിയിൽ ഗുണകരമായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ചുവട് പിടിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് സമാനമായ ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസും UDF-ഉം തയ്യാറെടുക്കുന്നത്.